കൊല്ലം പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ 14 ജീവനക്കാർക്കെതിരെ നടപടി. കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്തതിനാലാണ് നടപടി. 10 സ്ഥിരം ഡ്രൈവർമാരെ സസ്പെൻഡ് ചെയ്തു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് വിവരങ്ങൾ? 29-ന് പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ ഇപ്പോൾ പുതിയ കെ.എസ്.ആർ.ടി.സി ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നു. അന്ന് ഈ പരിശോധന നടക്കുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ് ഏതാണ്ട് 15ഓളം ജീവനക്കാർ അന്ന് അവധിയെടുക്കുന്നു. മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് കൂട്ടി അവധിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കാരണം കൊല്ലം കൊട്ടാരക്കര പുന്നരായി അതിനകത്ത് ഗ്രാമീണ മേഖലകളടക്കം ഏതാണ്ട് 15 സർവീസുകളാണ് മുടങ്ങിപ്പോയത്. ഈ സർവീസ് മുടക്കിയതൊക്കെ യാത്രക്കാരൊക്കെ വലിയ രീതിയിൽ വലയുന്നതിനും കാരണമായിരുന്നു. അപ്പോൾ അന്ന് മദ്യപിച്ചതായി കണ്ടെത്തിയ ഡ്രൈവർമാർക്കെതിരെ നടപടിയൊക്കെ സ്വീകരിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൂട്ടവധിയെടുത്ത ഡ്രൈവർമാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 10 സ്ഥിരം ജീവനക്കാരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. 4 പേരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നതുമാണ് നിലവിലത്തെ നടപടി. എന്തായാലും ഇത്തരം പരിശോധനകൾ തുടരുമെന്നുള്ളത് തന്നെയാണ് കെ.എസ്.ആർ.ടി.സി അധികൃതർ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം അന്ന് 2 ഡ്രൈവർമാരാണ് മദ്യപിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. അപ്പോൾ സ്ഥിരം മദ്യപിക്കാറൊക്കെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ അവധിയിലെടുത്ത് മാറി നിൽക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഈ പരിശോധന നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ കൂട്ടാവധിയെടുത്ത് മാറി നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രജിത്ത്, നമുക്കറിയാം എന്തായാലും കെ.എസ്.ആർ.ടി.സികളിൽ ഇത്തരം പരിശോധനകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, തുടർന്നും ഉണ്ടാകുകയാണ്. ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം തന്നെ കെ.എസ്.ആർ.ടി.സിയിലുടനീളം നടപ്പിലാക്കുകയാണോ? ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സിയിൽ ഇത്തരം പ്രവണതകൾ അനുവദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞപ്പോൾ. പല ജീവനക്കാരും മദ്യപിച്ചെത്തിരുന്നതായി നേരത്തെ കെ.എസ്.ആർ.ടി.സിയുടെ രഹസ്യാന്വേഷണ ഭാഗങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ശക്തമായ പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശം ഗതാഗത മന്ത്രി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഡ്രൈവർമാരുടെ കാര്യത്തിലാണ്, വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധന നടത്തി അത് ഈ വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരം പരിശോധനകളൊക്കെ കെ.എസ്.ആർ.ടി.സി ഏർപ്പെടുത്തിയത്. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ, കാരണം അവധിയെടുത്ത് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അവധിയെടുത്ത് അതിൽ നിന്നും മാറി നിൽക്കുന്ന പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള ഒരു നയത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സാറിന് ഈ പരിശോധന നടക്കുന്ന സ്വീകരണത്തിന്റെ പരിശോധന നടക്കുന്ന സമയത്ത് പരിശോധന മുൻകൂട്ടി അറിഞ്ഞ് ആ രീതിയിൽ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവധിയെടുത്തു എന്ന് കരുതുന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു നടപടി കെ.എസ്.ആർ.ടി.സി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടമായി അവധിയെടുക്കുന്ന അല്ലെങ്കിൽ അവധിയെടുത്ത് മാറി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും. എന്തായാലും ഇവർക്കെതിരെ അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷമാണ് കെ.എസ്.ആർ.ടി.സി നേതൃത്വത്തിൽ നേരിട്ട് പരിശോധന ഇടപെടലൊക്കെ നടത്തി മന്ത്രിയുടെ ഓഫീസൊക്കെ ഇതിനകത്ത് ഇടപെട്ടിരുന്നു. ആ പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധനകൾ ശക്തമാകും. അപ്പോൾ ആ പരിശോധനകൾ ശക്തമാകുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി കൂടി കെ.എസ്.ആർ.ടി.സി അവരുടെ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് ഈ നടപടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരി പ്രജിത്ത്. കൊല്ലം പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ 14 ജീവനക്കാർക്കെതിരെ നടപടി. കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്തതിനാലാണ് നടപടി. 10 സ്ഥിരം ഡ്രൈവർമാരെ സസ്പെൻഡ് ചെയ്തു. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.